ഹലോ ഹായ് നികിത അറബിലാണ്. എല്ലാവർക്കും ഹാപ്പി സൺഡേ. അവിടെ പറയും പ്രീവിയസ്ലി ഉള്ള എൻ്റെ വീഡിയോസ് കണ്ടപ്പം അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്താണ് ഇഞ്ചക്ഷൻ വെക്കാൻ, എന്താ അസുഖം എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിരിയാണി, ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ബിരിയാണിയാണ് സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചു, എൻ്റെ ബിരിയാണി കഥ എവിടുന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ, കല്യാണമൊക്കെ റെഡിയായി. അപ്പം കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ ഏകദേശം കല്യാണം അടുപ്പിച്ചായി. അപ്പം എന്തെങ്കിലും കുക്കിംഗ് നമുക്ക് പഠിക്കണമല്ലോ. അപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബിരിയാണി തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ സിസ്റ്റർ നന്നായിട്ട് കുക്ക് ചെയ്യും, ബിരിയാണിയൊക്കെ ഉണ്ടാക്കും. അതുപോലെ അമ്മയും നന്നായിട്ട് കുക്ക് ചെയ്യും. പക്ഷെ അമ്മ ബിരിയാണിയിൽ അത്ര എക്സ്പേർട്ടല്ല. അമ്മ സ്പെഷ്യലൈസ്ഡ് ഇതാണ്, ഫ്രൈഡ് റൈസാണ്. നല്ല വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ നന്നായിട്ടുണ്ടാക്കും. അപ്പോൾ ഞാൻ ഈ റെസിപ്പി വേഗം എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത്, സംഗീത എന്ന പേര്, സംഗീതൻ്റെ അടുത്ത് റെസിപ്പിയൊക്കെ ചോദിച്ച് അങ്ങനെ ഉണ്ടാക്കി അത്യാവശ്യം കുഴപ്പമില്ല തോന്നി. ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിളിക്കണമല്ലോ, പുറമേ നിന്ന് ആരെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ വല്യച്ഛനെ വിളിച്ചു. വല്യച്ഛന് ബിരിയാണിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഉണ്ടാക്കിയ, സംഗീതൻ്റെ അടുത്ത് നിന്ന് റെസിപ്പിയൊക്കെ വാങ്ങിയിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വയം പുകഴ്ത്തല്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ എത്ര നല്ലതല്ലെങ്കിലും എല്ലാവരും നന്നായിട്ട് ഉണ്ട് എന്നാണ് പറയുക. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തേക്കുള്ള ചിക്കനൊക്കെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ നാളിലൊന്നും ഞാൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ല. മോനൊക്കെ ഉണ്ടായി 9 മാസം മോന് 9 മാസമുള്ള സമയത്താണ് നമ്മൾ ബല്ലാരിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ കുക്കിങ്ങും ഞാനിങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് പരീക്ഷിക്കുക. അപ്പോൾ അതിൽ ഞങ്ങൾ ബിരിയാണി, നെയ്ച്ചോറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അപ്പം മോൻ ചെറുതായതുകൊണ്ട് എനിക്ക് കുറേ റിസ്ക് എടുത്തൊന്നും ബിരിയാണിക്കൊന്നും ടൈം എടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരെ യൂട്യൂബിലൊക്കെ നോക്കി പെട്ടെന്ന് കുക്കറിലൊക്കെ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയിട്ട് കുക്കർ ബിരിയാണി ഞാൻ നല്ലൊരു റെസിപ്പി കണ്ടൊരു കുക്കർ ദം ബിരിയാണി. അപ്പോൾ അത് ആണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുക. എന്നാലും ഞാൻ എൻ്റേതായ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ എന്താണോ ഉള്ള ഇൻഗ്രീഡിയൻസ് അത് വെച്ചിട്ട് ചിലപ്പോഴൊക്കെ ഉണ്ടാക്കും. എപ്പോഴും പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഒരു ഉണ്ടാക്കണം തോന്നിയാൽ ഉണ്ടാക്കും, കഴിക്കും, അത്ര തന്നെ. ഞാനിന്ന് 3 വലിയ സവാളയാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വന്ന് അതിന് ഐസ് വാട്ടർ വേണം ഒക്കെ പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കാൻ. പിന്നെ വാവയാണെങ്കിൽ വാവക്ക് കുളിക്കണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വാവ ഒറ്റയ്ക്കാണ് ഇപ്പോൾ കുളിക്കുക കേട്ടോ. എൻ്റെ ഹെൽപ്പൊന്നും വേണ്ട എന്നൊക്കെ പറയും. ചില സമയം ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. എന്ന് പറഞ്ഞ് വാവയെന്നെ ഒറ്റയ്ക്ക് കുളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വാവയ്ക്ക് തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് വിടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കണ്ടല്ലോ, ഇനി തലയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ കൂടുതൽ നേരം വെള്ളത്തിൽ കളിക്കണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടുന്ന് കിച്ചണിൻ്റെ നേരം അങ്ങോട്ട് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും. അപ്പം കഴിഞ്ഞ ദിവസം ഒരു റസ്ന എൻ്റെ അടുത്ത് ചോദിച്ചു. എൻ്റെ കുറേ വീഡിയോസൊക്കെ റസ്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഞാൻ ഇഞ്ചക്ഷനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പം അതിനെന്താ പറയാനുള്ളത് വെച്ചാൽ, ഞാനിപ്പോൾ 6 ഇഞ്ചക്ഷനായിട്ടാണ് എടുക്കുന്നത്. അതായത് 3 മാസമായി. മന്ത്ലി 2 ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം 6 ഇഞ്ചക്ഷൻ ഇപ്പം എടുത്തു കഴിഞ്ഞു. എന്താ പറ്റിയതെന്ന് ചോദിച്ചാൽ, ആക്സൈൽ സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് ഇതാണ് രോഗത്തിൻ്റെ പേര്. പക്ഷേ ഞാനത് അനുഭവിക്കുന്നത് പല തരത്തിലാണ്. ഇതിൻ്റെ ഇടയിൽ വെളുത്തുള്ളി നന്നാക്കാൻ ഞാൻ നെല്ലേട്ടനെ ഏൽപ്പിച്ചിട്ടോ. മെയിനായിട്ട് ഹിപ്പിൽ നമ്മളെ പെൽവിക് ഏരിയയിലുള്ള നമ്മളുടെ ബോണുണ്ടല്ലോ, അതിനൊക്കെ നീർക്കെട്ട് വരികയാണ്, ബോണിൽ നീർക്കെട്ട് വരികയാണ്.
ഞാനിനി കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അന്ന് ഞാൻ ആ ഒരു ഇഞ്ചക്ഷൻ്റെ റേറ്റ്, ഈ രോഗാവസ്ഥ ഇതൊക്കെ കൂടി ആയപ്പോൾ ഞാൻ തന്നെ ഷോക്കായപ്പോൾ ഞാനൊരു വീഡിയോ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത് ചെയ്തതിന് ശേഷം പിന്നീട് വല്ലാതൊരു ടെൻഷനായിരുന്നു. കാരണം മറ്റുള്ളവരൊക്കെ അറിഞ്ഞ് നമ്മളോടൊരു സഹതാപം തോന്നുന്ന രീതിയിൽ ഒക്കെ വരും. നമ്മളുടെ ബുദ്ധിമുട്ട് നമ്മൾ തന്നെ അറിഞ്ഞാൽ മതിയല്ലോ. എന്നോട് ആരും സഹതപിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ബാക്കി നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ എത്ര പറഞ്ഞാലും ആർക്കും നമ്മളുടെ വേദനയും കാര്യങ്ങളും ബുദ്ധിമുട്ടൊന്നും ആർക്കും പറഞ്ഞാൽ അത്രയ്ക്കും മനസ്സിലാവില്ല. പിന്നെന്താ വെച്ചാൽ ആ ഒരു സഹതാപം പിടിച്ചു പറ്റാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഒന്നും തോന്നരുത്. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ ഫർദർ വീഡിയോസൊന്നും ഞാൻ ചെയ്യാതിരുന്നത്. ഇപ്പോഴും ഇഞ്ചക്ഷനിൽ തന്നെയാണ്. ഡോക്ടർ ഇപ്പോഴും സജസ്റ്റ് ചെയ്ത് 12 ഇഞ്ചക്ഷൻ വരെ ചെയ്യണമെന്നാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളുടെ നല്ല കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. പുറം ലോകം നമ്മളുടെ സങ്കടങ്ങളോ ടെൻഷനോ അതൊന്നും ആരെയും അറിയിക്കാതെ ഉള്ളിൽ അനുഭവിച്ചാൽ മതി. നമ്മൾ തന്നെ അറിഞ്ഞാൽ മതി, നമ്മൾ തന്നെ അനുഭവിച്ചാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പിന്നെ സഹതാപം എന്തായാലും വേണ്ട. കാരണം എനിക്കത് വല്ലാത്തൊരു ഫീലാണ്. എന്നോട് ആരെങ്കിലും സഹതപിക്കുന്ന എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബൈ ദ വേ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാമേ. ഇത് എന്താ പറയുക, ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും ആരും കാണുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നതായിട്ടൊന്നും കാണണ്ട. എൻ്റെ സൺഡേയിൽ കുക്കിംഗ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ 2 കുക്കറിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഒരു കുക്കറിൽ ഞാൻ ആദ്യം റൈസ് വയ്ക്കും. ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഞാൻ ബസ്മതി റൈസിൽ കുക്ക് ചെയ്യുന്നത്, അതായത് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് അരിയാണ് ഒരു നേരത്തേക്ക് ഉള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു കുക്കറിലാണ് ഞാൻ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ദമ്മിടുക. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതുവരെ ചെയ്യാറ്. അപ്പോൾ റൈസ് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഒരു പ്രഷർ കുക്കർ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഗീയും കുറച്ച് ഓയിലും അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. പിന്നീട് ഉള്ളി, കുറച്ച് സ്പൈസസ്, ഉപ്പ് ഇതൊക്കെ ഇട്ട് നമ്മളുടെ റൈസ് അതിലിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എത്രയാണോ റൈസ് എടുത്ത് അതിൻ്റെ ഇരട്ടി വെള്ളം, ആ ഇരട്ടി വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് കുറയ്ക്കും കേട്ടോ. എന്നിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യും. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഞാനത് മാറ്റി വയ്ക്കും. അതിനിടയിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് കുറച്ച് ഭാഗം ഞാൻ ഈ ചിക്കൻ പൊരിക്കുന്നതിലേക്കും എടുക്കും, ബാക്കി ബിരിയാണി റൈസിലേക്ക് വേണ്ടിയിട്ട് എടുക്കും. ഇനിയിപ്പോൾ അതാ അടുത്ത ഒരു പ്രഷർ കുക്കറിൽ നമുക്ക് ചിക്കൻ വേവിക്കാം. അപ്പം ഇതിൽ ഞാൻ ഓയിലും ഗീയും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിക്കും. എന്നിട്ട് അതിൽ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. 3 സവാള എടുത്തിട്ട് അതിലൊന്ന് വഴറ്റി നന്നായിട്ട് വഴറ്റും. അപ്പം പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സവാള ഇട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വിസിൽ എടുത്തിട്ട് കുക്കർ ക്ലോസ് ചെയ്തിട്ട് 1 മിനിറ്റ് കുറച്ച് നേരം ഒന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടും. വിസിലെന്ന് ഉദ്ദേശിച്ച് ഞാൻ വെയിറ്റ് എന്നാണ് കേട്ടോ. അതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് വേണം അതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാൻ. ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി മാഗ്നേറ്റ് ചെയ്ത് വെച്ചെന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട്, പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടി കുറച്ച് അതിലിട്ട് നന്നായിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ ആദ്യം ഞാൻ ഇട്ടിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറുനാരങ്ങ നീരും ഉപ്പും കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ ഇങ്ങനെയായിരുന്നു ഞാൻ ഇട്ടിട്ടുള്ളത്. അത് ഓൾറെഡി ഞാൻ നമ്മൾ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തതിൽ കൂടുതൽ
കൂടെ ഇട്ടതായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഇനി വറുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ചില്ലി പൗഡർ ഇട്ടു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ക്രഷ് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ച് ഇവിടെ മാറ്റി വയ്ക്കാം. ആക്ച്വലി ഞാൻ എല്ലാം ഒരു കൈക്കണക്ക് ലെവലിലാണ് കേട്ടോ ഞാനൊക്കെ, അല്ലാതെ ടീസ്പൂൺ മറ്റേ ടേബിൾ സ്പൂൺ അങ്ങനെ ആ രീതിയിലൊന്നല്ല ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുന്നത്. അത് പണ്ട് മുതലേ ഒരു അമ്മ അങ്ങനെയാണ് ചെയ്യാറ്, അമ്മ ശീലിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ നമ്മൾ റൈസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന വെള്ളം മാത്രം പാകത്തിന് എടുത്ത് വെക്കും. അങ്ങനെ മാത്രമേ ബാക്കി എല്ലാം കഴിക്കണമൊക്കെയാണ് കേട്ടോ. ഒരു ചെറിയൊരു തക്കാളി കൂടി ഞാൻ ഈ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഉള്ളി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളകുണ്ടല്ലോ, അതൊന്ന് അതിലിട്ട് വഴറ്റണം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ റൈസ് ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതിൽ വെന്തോളും. നമുക്ക് നമ്മളുടെ ചിക്കൻ വേവിക്കാനുള്ളത് മറ്റേ പ്രഷർ കുക്കറിലേക്ക് കൂടി ഇടാം. ഇപ്പം നമ്മൾ ലിഡ് ക്ലോസ് ചെയ്തിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ആ സമയം കൊണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഓയിൽ ചൂടായിട്ട് ഞാൻ ആദ്യം അതിൻ്റെ അകത്തൊരു കാര്യം ആഡ് ചെയ്തു കേട്ടോ, കറിവേപ്പില നന്നായി കഴുകിയിട്ട് അത് ഞാൻ അതിലിട്ടിട്ട് അതിൻ്റെ മേലെയാണ് പിന്നെ ചിക്കൻ ഓരോന്നായിട്ട് ഞാൻ ഇടുക. അങ്ങനെയാണ് വറുക്കുക. പിന്നെ ചില സമയം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് കറിവേപ്പില ഇടും കേട്ടോ. അപ്പം ചിക്കൻ അവിടെ വറുക്കാൻ അതിലേക്ക് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഒന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി റൈസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഗീ റൈസ് നമ്മൾ ബിരിയാണിയിലേക്ക് മിക്സ് ചെയ്യാനുള്ള. അപ്പോൾ അത് ഞാനൊന്ന് പ്രഷർ ഒക്കെ പോക്കിയതിന് ശേഷം അതൊന്ന് വേറൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കാരണം ഇല്ലെങ്കിൽ അത് വല്ലാതെ സ്റ്റിക്കി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അത് ഒരു വട്ടമുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ ചിക്കനും ഒരു വിസിൽ വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് നമുക്ക് എന്താണ് ബാക്കി തക്കാളി, കുറച്ച് തൈര്, പിന്നെ മിൻറ്റ് ലീഫ്, കൊറിയാണ്ടർ ലീഫ്, ഇതൊക്കെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വയ്ക്കാം. അതെല്ലാം കൂടി ഒന്ന് വെന്ത് ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ അകത്ത് ചിക്കൻ്റെ സ്റ്റോക്ക് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ആ സ്റ്റോക്ക് അതിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ അത് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇപ്പം മെയിൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ റൈസ് ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ റൈസ് നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പം ഞാൻ ഈ ആദ്യം കുറച്ച് വേണമെങ്കിൽ കുറച്ചും കൂടി ചിക്കനും കൂടി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് റൈസ് ഇട്ട് അതിൻ്റെ മേലെ ചിക്കൻ ഇട്ട് ദെൻ വീണ്ടും അടുത്ത ലെയർ റൈസ് ഇടാം, അങ്ങനെയാണ് ഇട്ട് കൊടുക്കുക. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ, ഒരു നേരത്തേക്ക് ഉണ്ടാക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ വെന്ത് വന്ന ചിക്കൻ്റെ മേലേക്ക് ഞാൻ പകുതി റൈസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ സ്റ്റോക്കും പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീഫും കൂടി മേലെ വിതറും. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കംപ്ലീറ്റ് റൈസും കൂടി അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് അടുത്ത ലെയറായിട്ട് പിന്നെ കൂടുതൽ ഗീയും ഒക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഗീയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അധികം ഗീ ഓയിലി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി ഞാൻ ഗീയും ഓയിലൊന്നും ഒഴിക്കുന്നില്ല. ഇപ്പം ഈ ഒരു ലാസ്റ്റ് ലെയർ രണ്ടാമത്തെ ലെയറും കൂടി റൈസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ കൂടി കുറച്ചും കൂടി കൊറിയാണ്ടർ ലീഫും ഈ ചിക്കൻ്റെ സ്റ്റോക്കും കൂടി ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ്
ഞാൻ അതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്ത് വയ്ക്കും. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദമ്മെന്ന് എടുക്കാം. ലാസ്റ്റ് ഞാൻ ഗാർണിഷിംഗ് ആയിട്ട് ഞാൻ കാഷ്യൂനട്ടും റേസിൻസും ഒന്ന് ചൂടാക്കിയിട്ട് ഗീയിൽ ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ വെതറിയിട്ടാണ് കേട്ടോ ഞാൻ ലിഡ് ക്ലോസ് ചെയ്ത്. അങ്ങനെ എൻ്റെ ചിക്കൻ കുക്കർ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏട്ടനെയാണ് എപ്പോഴും വിളിക്കുക. അപ്പോൾ ഏട്ടനത് നല്ല രീതിയിൽ സെപ്പറേറ്റ് ചെയ്തെടുത്തോളും. റൈസ് വേറെയും ചിക്കൻ വേറെ എന്നുള്ള രീതിയിൽ എടുത്തോളും. അങ്ങനെയാണ് ഇതുവരെ ചെയ്യുക. അപ്പം ഞാനൊക്കെ എല്ലാ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ ഏട്ടനെ വിളിക്കും. അപ്പോൾ ഏട്ടനും മോനും കൂടി വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ റസ്ന എൻ്റെ കോഴിക്കോട് എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റസ്ന എൻ്റെ വീട് വരുന്നത് മാങ്കാവാണ് കേട്ടോ. കോഴിക്കോട് മാങ്കാവാണേ. വാവക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ വിശക്കുന്നുണ്ട് എന്ന് വാവ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇനി വാവക്കുള്ളത് സെർവ് ചെയ്തിട്ട് വാവക്ക് കൊടുക്കാം. വാവ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ കഴിക്കട്ടെ. റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ടേസ്റ്റ് ഉണ്ടോ? ആദ്യമായിട്ടാണ് ബസ്മതി റൈസ് വെച്ചിട്ട് ബിരിയാണി വെക്കുന്നത്. ഇതിലൊരു അച്ചാറും ഉണ്ട് കേട്ടോ. നാരങ്ങ ഞാൻ ഉണ്ടാക്കിയത്. കഴിക്കാം, നമ്മൾ കഴിക്കട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റബിൽ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.